വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സർപ്രൈസ്, നമ്മുടെ ലഞ്ച് വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ലഞ്ച് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്ന് മീൻ പീര വറ്റിച്ചതാണേ. നല്ല കൊഴുവ കിട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ വിചാരിച്ചു പീര വെച്ചേക്കാമെന്ന്. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് അമ്മച്ചിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് ഈ മീൻ പീര വെച്ചതും, ഞാൻ വെച്ച മീനൊന്നും കഴിക്കൂലായിരുന്നു. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ വറുത്ത മീൻ മാത്രം കഴിക്കുള്ളായിരുന്നു. പരിപാടി എങ്ങനെയാണെന്ന് പറഞ്ഞേ. ഇഞ്ചി, പച്ചമുളക്, വേപ്പല എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നേരിയത്, പച്ചമുളകാണ് അധികം വേണ്ടത്. ഓക്കെ. പുളിയൊക്കെ ഇട്ട് കുടംപുളിയൊക്കെ ഇട്ട് അടപ്പത്ത് വെച്ച് ഈ ഉള്ളി സാധനങ്ങളൊക്കെ അങ്ങനെ വേവിച്ചിട്ട്, ഈ പൊടിമീനായതുകൊണ്ട്, അതായത് സൂചിക്കൊഴുവ വളരെ ചൂട് കയറുമ്പോൾ തന്നെ വേവണ സാധനമാണ്. അതുകൊണ്ട് അപ്പം ഇങ്ങനെയാണ് മീൻ പീര വറ്റിച്ചത് വെക്കണ്ടല്ലേ. അപ്പം ഇനി മീൻ എവിടെ? ഇത് വെന്ത് കഴിയുമ്പോൾ കനം കുറഞ്ഞ മീനായതുകൊണ്ട് അത് ചൂടാറി പെട്ടെന്ന് ചൂടാകുമ്പോൾ വെന്തു പോകും. ഈ മീൻ ഇത് സൂചിക്കൊഴുവാണ്, ഇത് പെട്ടെന്ന് വെന്തു പോകും. അപ്പം അതുകൊണ്ട് ഉള്ളി ഇതൊന്നും വേവില്ല. ആദ്യം ഇതിനെ വേവിച്ചിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് തിളച്ച് വെന്ത് കഴിയുമ്പോൾ ഈ മീൻ അങ്ങോട്ട് കോരിയിട്ട് ഇളക്കി ഇത്തിരി ഒന്ന് ആവി കയറി കഴിയും. ദേ നമ്മുടെ പീരക്കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെച്ച മീൻ എനിക്കിഷ്ടമില്ല. വെച്ച മീൻ അങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമില്ല. എനിക്ക് എന്താ അറിയില്ല. ഞാൻ ഹോസ്റ്റലിലൊക്കെ ഒന്ന് പഠിച്ചപ്പോൾ ആ സമയത്തും വെച്ച മീനൊന്നും ഞാൻ കഴിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ വൺ ടൈം അമ്മ ഉണ്ടാക്കി തന്നപ്പോൾ കഴിക്കണേ. പിന്നെ എനിക്കിഷ്ടമായി. കറിയായി. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ മതിയല്ലേ. കഥ പറഞ്ഞ് ഇത് അടപ്പത്ത് വെച്ചത് മറന്നു. അങ്ങനെ നമ്മുടെ മീൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറായിട്ടുണ്ടല്ലേ. സാലഡും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചായിരുന്നു കേട്ടോ. മീൻ തേങ്ങയിട്ട പീരക്കറിയും പിന്നെ അതിൻ്റെ തന്നെ മീൻ വറുത്തത്. നല്ല ടേസ്റ്റായിരുന്നു സംഭവം. കാണുന്ന പോലെ അല്ലായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്ന സംഭവമാണ് ഇത് സലാഡ്. ഇത് നമ്മൾ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ചോറും കുറേ സലാഡ് കഴിക്കും, നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ലഞ്ച് വീഡിയോ ആയിരുന്നു. നല്ലോണം കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.